ഓരോ ആൾക്കാർക്ക് ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചവരൊന്നും പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടോ? നമുക്ക് ഫാമിലോട്ട് പോവാൻ ഇതകത്തോട്ട് വെക്കണേ. തണുപ്പുണ്ടോ? നമ്മുടെ കുഞ്ഞ് ഫ്രിഡ്ജാ അത്. വേണോ? ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ നല്ല വായു വേണം, നല്ല വെള്ളം വേണം, നല്ല ഭക്ഷണം വേണം അല്ലേ? പിന്നെ നല്ല എനർജി വേണം അല്ലേ? പോവാ 6 മാസം ചെയ്യുന്നൊക്കെ പറയും ഇല്ലേ? ഇതിന് കണ്ടിട്ട് ഒരു കിരീടം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇത് കിരീടം പോലെ തോന്നുന്നുണ്ടോ? ഇല്ലേ? ഇതിന്റെ പ്രത്യേകത അറിയാമോ? നിങ്ങൾ കുറച്ചു നേരം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് പൂമ്പാറ്റ കണ്ടോ? പൂമ്പാറ്റ കണ്ടോ? പൂമ്പാറ്റ കണ്ടോ? പൂമ്പാറ്റയുടെ കളർ എന്താ? പൂമ്പാറ്റ എന്തിനാ വരുന്നത്? എന്തിനാ തേൻ കുടിക്കുന്നത്? അപ്പൊ പൂമ്പാറ്റയുടെ ഭക്ഷണം പൂക്കളുള്ള തേന കൂടിയിരിക്കുന്നുണ്ടോ? എന്തിരിക്കുക? മുട്ടയിടാൻ അല്ലേ? അങ്ങനെ കരയുന്നത് ഇതിന്റെ വിത്ത് കണ്ടോ? വിത്ത് മുളച്ച് ചെടിയായിരിക്കുന്നുണ്ടോ? കണ്ടോ? അപ്പൊ ഇച്ചിരി കുഞ്ഞൊരു വിത്ത് നല്ല വലിയ മരമായിട്ട് മാറിയല്ലേ? ഈ ഇല എന്തിനാ ഭക്ഷണം? എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? സൂര്യന്റെ പ്രകാശം അല്ലേ? എല്ലാരും ഒന്ന് തൊട്ടു നോക്കിയോ? കുമ്പളങ്ങ ബൾബ് ഇട്ട പോലെയല്ലേ? ഇതാണ് പായല്. നമ്മൾ നേരത്തെ പാല് കണ്ടില്ലായിരുന്നു. പാല് തീറ്റ ഞങ്ങൾ റയാൻ ഇൻ്റഗ്രേറ്റഡ് ഇസ്ലാമിക് സ്കൂൾ കാർത്തികപ്പള്ളിയിൽ നിന്ന് മക്കളുമായിട്ട് ചെറിയൊരു ഫീൽഡ് വിസിറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ നമ്മളുടെ ഡാണാപ്പടിയിലെ പ്രകൃതി ജൈവ കലവറ എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ഈ ഒരു സംരംഭത്തിലേക്ക് ഞങ്ങൾ മക്കളെയും കൊണ്ട് വന്നതാണ്. ഞങ്ങൾ റോഡിൽ നിന്ന് പോകുമ്പോൾ കാണുന്ന ഈ ഒരു ജസ്റ്റ് സീനറി മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിനുള്ളിലേക്ക് കയറി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റി. ഒരുപാട് സന്തോഷം. കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്ക് ടീച്ചേഴ്സിനും ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് വിശദീകരിച്ച് തന്ന ഇവിടുത്തെ സാറിനും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന നിങ്ങൾക്കും സ്കൂളിൻ്റെ പേരിലും ഞങ്ങൾ അധ്യാപകരുടെ പേരിലും നന്ദി അറിയിക്കും.